ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ കോതമംഗലം കന്നി 20 പെരുന്നാളിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം സമയമായപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വാടിയ സമയത്താട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരുപാട് വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞാനും മോളും അഭിയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. കന്നി 20 കഴിഞ്ഞു 3-4 ദിവസം കഴിഞ്ഞാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കന്നി 20 പോകാൻ പറ്റില്ല, കാരണം അതുപോലെ തിരക്കെന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്കാണ്. നമുക്ക് സൂചി കുത്താൻ സ്ഥലമില്ല, അതുപോലെ തിരക്കാണ്. പിന്നെയാണെങ്കിൽ അതിൻ്റെ 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ഒക്കെ തന്നെ അതുപോലെ തന്നെ തിരക്കാണ് കേട്ടോ. ആ സമയത്തൊക്കെ മോളെ കൊണ്ട് പോകുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മോൾക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയേക്കുമായിരുന്നു. ആളെ കൊണ്ട് ഒരുപാട് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് നമ്മൾ വരാതിരുന്നത്. മാത്രമല്ല, മോളുണ്ടായി കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം ഞാൻ മോളെ പ്രസവിച്ച് കിടക്കുമായിരുന്നു. അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ കന്നി 20 നടന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിലേക്ക് നടക്കുകയാണ്. ഇരുവശത്തുമായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അത് കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ പള്ളിയുടെ മുൻവശത്തായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അകത്ത് കയറി പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. പ്രാർത്ഥിക്കലും അതുപോലെ തന്നെ വഴിപാടിടലും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുർബാനപ്പണം സ്വീകരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോഴാണ് കാണുന്നത് ഇവിടെ വെഞ്ചരിച്ച എണ്ണ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ഇവിടെ കുപ്പിയും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് എണ്ണ ആ പാത്രത്തിലുണ്ട്. നമുക്കത് കോരി കുപ്പിയിലാക്കി കൊണ്ടുപോവാം. അപ്പം എനിക്കും പിന്നെ വീട്ടിലേക്കും വേണ്ടിയിട്ട് 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുർബാനപ്പണം കൊടുക്കാൻ വേണ്ടി പോകാം. ഞങ്ങളുടെ 3 പേരുടെ പേരിലാട്ടോ വഴിപാടെടുത്തത്. അപ്പം ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പോവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെ കന്നി 20 പെരുന്നാളിൻ്റെ അന്ന് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാട്ടോ. എന്നാ തിരക്കാന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ നടന്നൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തിരക്കാണ്. ഈ ഇവിടുത്തെ മുറ്റം കവിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ അവർ ഒരുപാട് ദൂരെ നിന്ന് വന്നവരൊക്കെ ഇവിടെ കിടക്കും. എന്നിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് പോകുന്നത്. ഈ കാണുന്നത് ചെറിയ പള്ളിയാട്ടോ. ഇതാ കാണുന്നതാണ് വലിയ പള്ളി. അവിടേക്ക് നമുക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സിമിത്തേരിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാ കാണുന്നതാണ് ഇവിടുത്തെ സിമിത്തേരി. പള്ളിയുടെ തൊട്ട് അപ്പുറത്തെ മുറ്റം തന്നെയാണ് സിമിത്തേരി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൻ്റെ താഴത്തെ സ്റ്റെപ്പ് ഇറങ്ങി. അപ്പോൾ ആ വഴിക്കൊക്കെ നല്ല തിരക്കും അതുപോലെ തന്നെ ഇരുവശങ്ങളിലും കടകളൊക്കെ ആട്ടോ. ഈ സമയത്ത് മോൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ആൾ നല്ല ഉറക്കമാണ്. പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട്. ഈ വശത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പുറം സൈഡിലാണ് ഇതുപോലെ കടകളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ വഴിക്ക് പോകാൻ കാരണം ഞാൻ കാണിച്ചു തരാം.
ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് ഒരു നല്ല രസമുള്ള കാഴ്ച കണ്ടു കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് കുറേ പാവകൾ ഉണ്ടാക്കി വെച്ചേക്കണേ. കാണാൻ തന്നെ എന്ത് രസമല്ലേ. അതുപോലെ തന്നെ പല കളറുകളിലുള്ള കുങ്കുമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ തുണി, പാൻറ്റോ ഒക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കച്ചവടമൊക്കെ, കടലയുടെ കച്ചവടം, അങ്ങനെ ചെറിയ മെഴുകുതിരി കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി നമുക്ക് അപ്പുറം സൈഡിലേക്ക് പോവാം. അപ്പം ചെറിയൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴിക്കടെ ഞങ്ങൾ ഇപ്പുറം സൈഡിലെത്തി. കണ്ടോ, ഈ വഴി കണ്ടോ, 2 സൈഡുകളും നിറഞ്ഞ കടകളാണ്. ഞാനിങ്ങനെ ഇതുപോലെ വഴിക്കിടെയുള്ള കടകളൊക്കെ കയറി നോക്കൂട്ടെ, എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ച്. പിന്നെ ഒരുപാട് ബാഗിൻ്റെ ഒരു കടയുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ, ഇവർ പറയണത് ഭയങ്കര പൈസയാട്ടോ. നമുക്ക് താങ്ങാൻ പറ്റില്ല, അതുപോലത്തെ പൈസയാണ് ഇവർ പറയുന്നത്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും ദിവസമായിട്ട് പോലും ഇവർ നല്ല പൈസ കൂട്ടിയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, നല്ല ഒരുപാട് തരത്തിലുള്ള ജിമിക്ക കമ്മലുകളുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരുപാട് കൊന്തകൾ, അതുപോലെ തിരുരൂപങ്ങൾ, വെളിച്ചെണ്ണ, വെഞ്ചരിച്ച വെളിച്ചെണ്ണ, മെഴുകുതിരി, അങ്ങനെയുള്ള മോതിരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കടയിൽ കൊടുക്കുന്നത്. പണ്ട് മുതൽ അവിടെ ഉള്ളതാട്ടോ. പിന്നെ തലയിൽ കെട്ടാനുള്ള ഹെയർ ബാൻഡ്, അതുപോലെ കേട്ടോ ഇതുപോലത്തെ സ്ലൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് ഒരെണ്ണത്തിനെങ്ങാണ്ട് അവർ പറയണത് 100 രൂപയൊക്കെ ആട്ടോ. നമ്മളെ കൂടെ താങ്ങാൻ പറ്റില്ല. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാം. മീഷോയിൽ നിന്ന് ആ ടൈപ്പിലുള്ള സ്ലൈഡുകളൊക്കെ 4 എണ്ണത്തിനെങ്ങാണ്ട് 200 സംതിങ് ആണ് രൂപയുള്ളൂ. പിന്നെ ഈ അമ്മച്ചിയാണ് ഈ കാണുന്ന കുലുസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ആ അമ്മച്ചിയാട്ടോ. പല ടൈപ്പിലുള്ള കുലുസുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കുന്ന അമ്മച്ചിയാണ്. പിന്നെ അച്ചു കുത്താനുള്ള സൗകര്യമുണ്ട് അവിടെ, ഈ കയ്യിൽ മൈലാഞ്ചി പോലെ ഇടാനുള്ള. മോള് നല്ല ഉറക്കമാണ്. ഇതുവരാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഒരു തരത്തിലുള്ള ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നേക്കണ കാരണം കൊണ്ട് ഒരുപാട് ഈ തിരക്കില്ല കേട്ടോ. നല്ല സമാധാനമായിട്ട് പോയിട്ട് വരാം. അല്ലെങ്കിൽ ഈ കടകളിൽ കൂടെയൊക്കെ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ഇത്രയും നേരം കടകളൊക്കെ കണ്ടില്ലേ, ഞാൻ ഒരു സാധനം പോലും ഇതുവരെയായിട്ട് വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് ഫുള്ള് കടകളാട്ടോ. ഇവർ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര വാടകയാണെന്ന് കേട്ടോ പറഞ്ഞത്. കാരണം പള്ളിയുടെ തൊട്ടുമുറ്റത്ത് ഭാഗത്തായ കാരണം കൊണ്ട് ഇവർക്ക് കടയ്ക്ക് നല്ല വാടക കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡുകളുണ്ട് കേട്ടോ. നല്ല രസമുള്ളതുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ലാത്ത കാരണം ഞാനത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഡോറയുടെയൊക്കെ കുറേ ടോയ്കളുണ്ട്. ഇതിനൊക്കെ ഭയങ്കര പൈസ കേട്ടോ ഇവർ പറയണത്. അങ്ങനെ ഓരോ കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഹെയർ ബാൻഡ് കണ്ടു കേട്ടോ. അപ്പോൾ ഞാനതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഈ കാണുന്ന ഒരു വൈറ്റിൽ ഒരു യെല്ലോ കളർ വരുന്ന ഒരു ഹെയർ ബാൻഡാണ് ഞാൻ മോൾക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ഹെയർ ക്ലിപ്പുകൾ, സ്ലീഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തലയിൽ കിട്ടുന്ന ഹെയർ ബാൻഡുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാനൊരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു. നമ്മൾ പെരുന്നാൾ കൂടാൻ വന്നിട്ട് ഐസ്ക്രീം വാങ്ങി കഴിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഞാനൊരു വാനിലയും സ്ട്രോബെറിയും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ കടയിലേക്ക് കയറി. മോൾക്കൊരു ചെണ്ട വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ഈ ചെണ്ട ഭയങ്കര അതിൻ്റെ ശബ്ദം ഇഷ്ടമായിരുന്നു കൊണ്ട് അത് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇതിനെങ്ങാണ്ട് ഒരുപാട് പൈസയൊന്നുമില്ല കേട്ടോ. ഒരു 30 രൂപ എങ്ങാണ്ട് ഉള്ളൂ. എല്ലാ കടകളിൽക്കിടെയും ഏകദേശം ഒരേപോലത്തെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ടത് തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് സ്ലൈഡുകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വാവച്ചിക്ക് 2 സ്ലൈഡ് മേടിച്ചു. പിന്നെ തലയിൽ കെട്ടണ ഹെയർ ബാൻഡ് വാങ്ങി. പിന്നെ 2 വാളയും വാങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തത് ഞാൻ നാളെ ഇടാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഒരു ലാഗായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.